നമസ്കാരം. കേരളത്തിൽ മദ്യ നിരോധനത്തിന് വേണ്ടി ശ്രമിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മദ്യത്തെ വ്യാപിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് അധികാരത്തിൽ വന്ന ആളുകൾ ഇപ്പോൾ മദ്യ കമ്പനികൾക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മദ്യം ഒഴുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. വി.ഡി. സതീശനെ, വടശ്ശേരി ദാമോദര മേനോൻ, സതീശൻ മേനോൻ അവർകളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അരിയിട്ട് വാഴിച്ച ഇവിടുത്തെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മിണ്ടാട്ടവുമില്ല. സാധാരണ മദ്യത്തിന് 251% ടാക്സ് ഉള്ളത് വെട്ടിക്കുറച്ച് 120%. അതേപോലെ തന്നെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ടുള്ള മദ്യത്തിന് 251 നിന്ന് ഏതാണ്ട് 175%, പകുതിയോളം വെട്ടിക്കുറച്ചുകൊണ്ട് ഡിസ്റ്റിലറി കമ്പനികളെ, ഈ ബക്കാഡി പോലെയുള്ള കമ്പനികൾക്ക് നേരിട്ട് സഹായം കൊടുത്തുകൊണ്ട് വലിയ വമ്പൻ അഴിമതിയാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയാൽ 2021 കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളായ മാധ്യമ വിഭാഗത്തിൻ്റെ 2 ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഉഗ്രപ്പയും അതേപോലെ തന്നെ M.A. സലീം, ഈ 2 ആളുകൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ മൈക്ക് ഓഫാണെന്ന് കരുതി സ്വകാര്യം പറഞ്ഞത് മാധ്യമങ്ങളിൽ പുറത്തു വന്നു. എന്താ വന്നത്? ഇവിടെ DK ശിവകുമാറിൻ്റെ സഹായിയായ മാൽഗണ്ടിന് 100 കോടി രൂപയാണ് അടുത്ത കാലത്തായി സമ്പാദ്യമുണ്ടായത്. നേരത്തെ 6% ഉണ്ടായിരുന്ന കമ്മീഷൻ ഇപ്പോൾ 12% മാറിയിരിക്കുന്നു. ഇങ്ങനെ മാൽഗണ്ട് സഹായിയായ DK ശിവകുമാറിൻ്റെ സഹായിയായ മാൽഗണ്ട് 100 കോടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശിവകുമാർ എത്ര കോടി ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് അവർ അത്ഭുതപ്പെടുന്ന ഒരു ലൂസ് ടോക്ക് വീഡിയോ പുറത്തു വരികയുണ്ടായി. അപ്പോൾ ഇവിടെ എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. കോൺഗ്രസ് നേതാക്കളായ ഉഗ്രപ്പയും അതേപോലെ M.A. സലീമും തന്നെയാണ് പറഞ്ഞത്, സഹായിക്ക് 100 കോടിയെങ്കിൽ ശിവകുമാർ എത്ര കോടി ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞത് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ ടാക്സ് ഇളവിൽ കർണാടകയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശിവകുമാറും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സതീശനും ഇതിൻ്റെ ബന്ധപ്പെട്ട, അതായത് 3 മണിക്കൂറിൽ താഴെ സമയം കൊണ്ടാണ് ഫയലുകൾ അതിവേഗം സഞ്ചരിക്കുന്നത്. രാത്രി 10 മണിക്ക് ശേഷം പുറപ്പെട്ട ഫയൽ രാവിലെ 8:30 തിരിച്ചു വരുന്ന അത്ഭുത സംഭവങ്ങളാണ് കേരളം കാണുന്നത്. വകുപ്പ് മന്ത്രി ലിജു അറിയാതെയാണ് ഇതേക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. മന്ത്രിമാർക്കൊന്നും ഒരു വിലയില്ല. സതീശൻ എന്ന ഏകാധിപതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചപ്പോൾ ഇവിടെ മന്ത്രിയായ മുരളീധരൻ ഒന്നും അറിഞ്ഞില്ല. നേരത്തെയുള്ള മുരളീധരൻ ആയിരുന്നെങ്കിൽ പ്രതികരിക്കുമായിരുന്നു. പക്ഷേ മന്ത്രി അറിയാതെയാണ് പ്രോസിക്യൂട്ടറെ വെച്ചിരിക്കുന്നത്. അത്രമാത്രം ഒന്നും അറിയാതെ മന്ത്രിമാർക്ക് ഒരു സ്ഥാനവും വിലയും കൽപ്പിക്കാതെ സ്വന്തമായി തീരുമാനം എടുക്കുകയാണ്. അതെങ്ങനെയാണ്? അഴിമതിയുടെ കറ പുരളുന്ന തീരുമാനങ്ങൾ എപ്പോഴും സ്വകാര്യത വേണം. അങ്ങനെ സ്വകാര്യതയിലാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. ബജറ്റിൽ നേരിട്ട് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. 3 മണിക്കൂർ താഴെ സമയം കൊണ്ട് ഏതാണ്ട് 9 സെക്ഷനുകളിൽ പോയിട്ട് ഫയൽ അതിവേഗം തീർപ്പാവുകയാണ്. എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ മദ്യ നിരോധനത്തിന് വേണ്ടി നിലകൊള്ളുന്ന എനിക്ക് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ പേര് മാറ്റണം. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ചില ഇസ്ലാമിക സംസ്കാരങ്ങൾ പിന്തുടരും എന്ന നിലക്കാണ് ആ പേരിടുന്നത്. അല്ലെങ്കിൽ പേരൊഴിവാക്കണം. നിങ്ങൾക്ക് എന്ത് പേരും സ്വീകരിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. മുസ്ലിം എന്നിടുന്ന സമയത്ത് ഇവിടെ മദ്യം വ്യാപകമാക്കുമ്പോൾ മദ്യത്തിൻ്റെ വില വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തിലെ തെരുവോരങ്ങളിൽ മദ്യം ഒഴുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെതിരെ പരസ്യമായി പ്രതികരിക്കാനും ആ തീരുമാനം തിരുത്തിക്കാനുമുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പേര് മാറ്റുക, അല്ലെങ്കിൽ നിലപാടെടുക്കണം. രണ്ടിലൊരു തീരുമാനം എടുക്കണം. അതായത് ദീപസ്തംഭം ആശ്ചര്യം എന്ന് പറയുന്നത് പോലെ എനിക്കും കിട്ടണം പണം എന്ന് പറയുന്നത് പോലെ ഇവിടെ പണത്തിനെ നോക്കി നിന്നുകൊണ്ട് നയങ്ങളെ മാറ്റിവെക്കാൻ പാടില്ല. അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ഇത്തരത്തിലുള്ള കമ്പനികളും സംവിധാനങ്ങളുമാണ് തന്നതെങ്കിൽ അത് തുറന്നു പറയണം. ബക്കാഡിയെ പോലെയുള്ള കമ്പനികൾ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഒഴുക്കുന്നത്. അത് ഞാൻ പറയുന്നതല്ല. മദ്യ കമ്പനികൾ ഇത്രമാത്രം പണം കൊടുക്കുന്നു, 12% കമ്മീഷൻ കൊടുക്കുന്നു. അങ്ങനെ ശിവകുമാറിൻ്റെ സഹായി മാത്രം 100 കോടിയിലധികം സമ്പാദിച്ചു എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതാവായ ഉഗ്രപ്പയും M.A. സലീം എന്ന് പറയുന്ന 2 പ്രമുഖ നേതാക്കളാണ് കർണാടകയിൽ. അവർ സ്വകാര്യം പറഞ്ഞത് അവർ ആ മുന്നിൽ ഓൺ ചെയ്തു വെച്ച മൈക്കിലൂടെ പുറത്തു വരികയായിരുന്നു. അതെല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള വലിയ കള്ളക്കളികൾ, വലിയ അഴിമതി. അതുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രകോപിതനായിക്കൊണ്ട് നിയമസഭയിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ച ആരോപണം, ബക്കാഡിക്കെതിരായി ഉന്നയിച്ച ആരോപണം, അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ച് ഉന്നയിച്ച ആരോപണം, വളരെ പ്രകോപിതനായിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതൊക്കെ രേഖയിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള ഇത്രമാത്രം പ്രകോപനം എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നയിച്ചതൊക്കെ തന്നെ ഇത്തരം ആളുകളാണ്. NDAയുടെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളും ബക്കാഡിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള വലിയൊരു കൂട്ടുകെട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പണവും ഒഴുക്കിയത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനുള്ള പണമൊഴുക്ക് നമ്മളൊക്കെ കണ്ടതാണ്. എല്ലാ നിയന്ത്രണവും വിട്ടുകൊണ്ടുള്ള പണമൊഴുക്കാണ്. ഇതൊക്കെ കേരളത്തിൽ മദ്യ നിരോധനവും മദ്യവർജനവും ഏതോ ആവട്ടെ
അതിനുവേണ്ടി ശ്രമിക്കേണ്ട ആളുകൾ നാട് നീളെ വളരെ തുച്ഛമായ വിലക്ക് മദ്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന ഇവരെയൊക്കെ അധികാരത്തിലേറ്റാൻ വേണ്ടി അഹോരാത്രം 24 മണിക്കൂർ പണിയെടുത്ത ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അനുബന്ധ സംഘടനകളൊക്കെ തന്നെ നിശബ്ദമായി ഇതൊക്കെ കണ്ടിരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. നിങ്ങൾക്കൊന്നും നിലപാടില്ലേ? നിങ്ങൾക്ക് പരസ്യമായി പറയാൻ കഴിയണ്ടേ? നിങ്ങളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ആളുകളല്ലേ? ഏതായാലും നിങ്ങളൊക്കെ തന്നെ വായിൽ തുണി തിരികെ ഒന്നും മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുകയാണ്. കാരണം ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങിപ്പോയി, മറുഭാഗത്ത് മിണ്ടാട്ടം ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. വല്ലാത്ത സങ്കടമായിപ്പോയി. സതീശനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഓവർ ടൈം പണിയെടുത്ത ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ആകെ ഒന്നും പറയാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. സങ്കടം തോന്നുകയാണ്, സഹതാപം തോന്നുകയാണ്. നന്ദി, നമസ്കാരം.